Dear students, now we are going to discuss the remaining portion of first module, grade separation. Grade separation means is to arrangement of taking one road over or under another by means of bridge. It is also known as flyover junction. Grade separation is to arrangement of taking one road over or under another. ഒരു റോഡ് വേറെ റോഡിൻ്റെ മുകളിലൂടെയോ താഴെയൂടെയോ ബ്രിഡ്ജ് മൂലം ഇടുന്നതാണ് ഇതിന് ഗ്രേഡ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഫ്ലൈ ഓവർ ജംഗ്ഷൻ. ഫ്ലൈ ഓവർ ജംഗ്ഷൻ എന്നും അറിയപ്പെടുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻ്റർചേഞ്ചസ് ഉണ്ട്. ഇൻ്റർചേഞ്ച് ഗ്രേഡ് സെപ്പറേഷൻ, ഗ്രേഡർ സെപ്പറേഷൻ അല്ലേ. കോമൺ ടൈപ്സ് ഓഫ് ഇൻ്റർചേഞ്ചസ് ആർ ആസ് ഫോളോസ്: റോട്ടറി ഇൻ്റർചേഞ്ച്, ഡയമണ്ട് ഇൻ്റർചേഞ്ച്, ഡെൽറ്റ ഇൻ്റർചേഞ്ച് ഓർ ത്രീ വേ ഇൻ്റർചേഞ്ച്, ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച് അല്ലേ. ആദ്യം റോട്ടറി ഇൻ്റർചേഞ്ച്. ഫോർ സം സിറ്റുവേഷൻസ് this is a design in corresponding grade separation with a traffic circle has been found useful in this case. The traffic circle functions somewhat as a collector and distributor of traffic അല്ലേ. ഇതിനകത്ത് ഒരു ബ്രിഡ്ജിലൂടെ റോഡ് ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ താഴെ ഇങ്ങനെ സർക്കിൾ ഉണ്ട് അല്ലേ. ഇതിവിടെ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ് എടുത്ത് ഇങ്ങ് പോവാം. അതുപോലെ ഇവിടെ വരികയാണെങ്കിൽ ഇതിവിടെ കറങ്ങി ഈ ഫ്രീ ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതിലൂടെ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോവാം. ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പോവാം. ഈ റോഡ് ഇങ്ങനെ മുകളിലൂടെയാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ട്രാഫിക് സർക്കിള്. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാവും. ഇവിടെ താഴെയാണ്, ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഒരു ഫ്ലൈ ഓവർ പോകുന്നത്. ഇതാണ് ഹാൻഡ് റോ. ഇങ്ങനെ മുകളിൽ കൂടെ പോകും. ഫ്രീ ലെഫ്റ്റ് ഇവിടെ ഇങ്ങനെ താഴെയിലൂടെ പോകാനുള്ള ഗ്യാപ്പ്. ഇനി ഡയമണ്ട് ഇൻ്റർചേഞ്ച്. ഡയമണ്ട് ഇൻ്റർചേഞ്ച് പറഞ്ഞത് കാണുമ്പോൾ തന്നെ ഇത് മുകളിലൂടെയാണ്. ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. ഇതിൽ കൂടെ വരുമ്പോൾ ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് വരുന്നവർക്ക് ഇങ്ങനെ ഒരു ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. ഇത് മുകളിൽ കൂടെ പോകുന്നത് അല്ലേ. ഇത് മുകളിൽ കൂടെ പോകുന്നത്. താഴെ കൂടെ അങ്ങനെ ഇതുണ്ട്. ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. ഇങ്ങ് വരുമ്പോൾ അവിടെ ഫ്രീ ലെഫ്റ്റ് ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ്. ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ്. ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ്. ഇങ്ങനെ ഇതിൻ്റെ ഇത് ഏറ്റവും മുകളിൽ കൂടെ പോകുന്ന റോഡാണ്. അതിന് താഴെ കൂടെ അങ്ങനെ റോഡ് പോകുന്നുണ്ട്. കണ്ടേ, ഇതാണ് ഡയമണ്ട് ഇൻ്റർചേഞ്ച്. This may be used in minor roads when a heavy traveled road is crossed by a comparatively lightly traveled one അല്ലേ. ഒരു വലിയ
നല്ല ട്രാഫിക്കുള്ള റോഡ് ഫോളോഡ് ബൈ എ ലൈറ്റ് ട്രാഫിക് റോഡ് ഉണ്ടാകുമ്പോഴാണ് ഇത് ഉണ്ടാകുക യൂസ് ചെയ്യുന്നത്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓൾ മൊമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ഇറ്റ് ഹാസ് 4 1-way റാംസ് അല്ലേ. 4 1-way റാംസ് ഉണ്ട് കണ്ടോ, ഒക്കെ 1-way ആണ്. 1 2 3 4. ഇത് സിംപ്ലസ്റ്റ് ആണ് അല്ലേ, ഡിസൈനൊക്കെ സിംപ്ലസ്റ്റ് ആണ്. ക്ലോവർ ലീഫൊക്കെ ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്. ഇനി ഇത് ട്രംപറ്റ്. 3-way interchanges are simple and 3-way interchanges are simple and they are in the shape of trumpet or Y or delta. ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ഇതിനെ ട്രംപറ്റ് Y എന്നൊക്കെ വിളിക്കുന്നത്, ഡെൽറ്റ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും മുകൾ കൂടെയുള്ള റോഡാണിത്. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാം. ഇത് താഴെക്കൂടുള്ള റോഡാണ്. ഇവിടുന്ന് ഫ്രീ ലെഫ്റ്റ് ഉണ്ട്, ഇവിടുന്ന് ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. ഓക്കെ, ട്രംപറ്റ്. ഇത് ഡ്രോയിങ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ സെമസ്റ്റർ എക്സാമിന്. ഉണ്ടോ, ഇങ്ങനെ പോവുക. ഇതാണ് ഏറ്റവും മുകളിലുള്ള റോഡ്. ഇങ്ങനെ പോവുക. പിന്നെ താഴെക്കൂടെ ഇങ്ങനെ റോഡുണ്ട്. ഇവിടെ ഫ്രീ ലെഫ്റ്റ്, പിന്നെ ഇവിടെ വന്ന് ഇവിടെയും ഫ്രീ ലെഫ്റ്റ്. ഡ്രോയിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച്. ക്ലോവർ ലീഫ് ഇത്തിരി സുപ്പീരിയർ ടൈപ്പ് ഓഫ് ഇൻ്റർചേഞ്ച് ആണ്. റൈറ്റ് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ആർ എലിമിനേറ്റഡ്. റൈറ്റ് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഇല്ല, ഓൺലി ലെഫ്റ്റ് ആണുള്ളൂ. ഉണ്ടോ, ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ്, ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ്, ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ്, ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ്. ഇത് ഏറ്റവും മുകളിൽ കൂടെ പോകുന്ന റോഡാണ്. ഇത് ഏറ്റവും മുകളിൽ കൂടെ പോകുന്ന റോഡാണ്. ഇതിന് താഴെക്കൂടെ അങ്ങനെ അല്ലേ. പിന്നെ ഈ താഴെ നിന്നുള്ള റോഡിൽ നിന്ന് ഉള്ള ഒരു എൻട്രിയാണ് ഇതിങ്ങനെ. അങ്ങനെ ലെഫ്റ്റ് കൂടെ കയറുള്ളൂ. ഉണ്ടോ, ഇത് മുകളിൽ നിന്നിട്ട് അടിയിൽ ഇറങ്ങാനാണ്. അതുപോലെ ഈ താഴെ നിന്ന് മുകളിൽ കയറുന്നതാണ്. ഇത് താഴെ കറങ്ങുന്നതാണ്. ഗ്രേഡ് സെപ്പറേറ്ററാണ് ഇത് ക്ലോവർ ലീഫ്. ഇത് കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്. റൈറ്റ് ഹാൻഡ് മൂവ്മെൻറ്റ് ഈസ് എലിമെൻറ്റ്. ഇറ്റ് വിൽ അവോയ്ഡ് മേജർ സോഴ്സ് ഓഫ് ആക്സിഡൻസ്. ഇതിൽ ആക്സിഡൻസ് വളരെ കുറവാണ്. ചെന്നൈയിലൊക്കെ ഉണ്ട് ഇത്, അങ്ങനെ വലിയ സിറ്റീസിലൊക്കെ ഉള്ളൂ. ഇനി പെർമനന്റ് മാർക്കിങ്സ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലൈൻസ്, പാറ്റേൺ, വേർഡ്സ്, സിമ്പിൾസ് ഓർ റിഫ്ലക്ടർ. റോഡിൽ കണ്ടില്ലേ റിഫ്ലക്ടർ, സിമ്പിൾ, പാറ്റേൺ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്ര ലൈനൊക്കെ, അതൊക്കെയാണ് പേയ്മെൻറ്റ് മാർക്കിങ്സ് എന്ന് പറയും. അത് പേയ്മെൻറ്റ് കർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും അങ്ങോട്ട് പോകാണ്ടക്കാൻ. ഈ ഒരു ഷേപ്പിൽ, ഇങ്ങനെ ഷേപ്പിൽ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വരിക്ക് വെച്ചിട്ടുണ്ടാവും. കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടാവും. അതാണ് കർബ്. Suitable paints are used in contrast with color and brightness of pavement. നല്ല സ്യൂട്ടബിൾ ആയ കളർ പെയിൻറ്റ് യൂസ് ചെയ്യും കാണാനും വേണ്ടി. ടു എൻഷുർ ദാറ്റ് മാർക്കിങ്സ് ആർ സീൻ ബൈ ദി റോഡ് യൂസർ അല്ലേ. അങ്ങനെ കൊടുക്കുന്നത് നല്ല ബ്രൈറ്റ് കളറായാലേ നമ്മുടെ ഡ്രൈവേഴ്സെ കാണുള്ളൂ. ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 10 സെൻറ്റിമീറ്റർ തിക്ക്. ലെങ്ത് വൈസ് ഉള്ളത് 10 സെൻറ്റിമീറ്റർ തിക്ക് ഉണ്ടാവും മിനിമം. ട്രാൻസ്ഫർ കുറുകെയുള്ള ലൈൻസ് കുറച്ച് ദൂരം തന്നെ ഡ്രൈവേഴ്സിന് കാണാൻ പറ്റണം. ഇനിയാണ് പേയ്മെൻറ്റ് മാർക്കിങ്സ് കർബ്. ഫസ്റ്റ് വണ്ണയിൽ പേയ്മെൻറ്റ് മാർക്കിംഗ് ആണ്. ഇമ്പോർട്ടൻറ്റ് പേയ്മെൻറ്റ് മാർക്കിങ്സ് ആണ്. സെൻട്രൽ ലൈന്, സെൻട്രൽ ലൈന്, പിന്നെ ലൈന്, പിന്നെ ടേൺ മാർക്കിങ്സ്, ടേൺ അതിനോടുള്ള മാർക്കിങ്സ്, പിന്നെ ക്രോസ് വാക്ക് ലൈൻസ്, പിന്നെ നോ പാസിംഗ് സൺ മാർക്കിങ്സ് ആണ്. അങ്ങനെ 6. പിന്നെ ഒന്ന് പാർക്കിംഗ് സ്പേസ് ലിമിറ്റ് മാർക്കിങ്സ് ഉണ്ട്. അങ്ങനെ 6 ഇമ്പോർട്ടൻറ്റ് പേയ്മെൻറ്റ് മാർക്കിങ്സ് ഉണ്ട്. അതിൽ സെൻട്രൽ ലൈന്,
These are the lines to indicate to separate the opposite streams of the traffic on undivided two-way roads. അല്ലേ? നമ്മുടെ ഡിവൈഡർ ഇല്ലാത്ത റോഡ്സ് രണ്ട് റോഡാണെന്ന് കാണിക്കാനുള്ള ഇതാണ് സെൻട്രൽ ലൈന്. ഓൺ ഫോർ വേ റോഡ്സ്, ഫോർ undivided roads, two solid continuous parallel lines of 10 centimeter width and 0.05 to 0.1 meter spacing between are painted. അല്ലേ? 10 centimeter വിടുത്തുള്ള ലൈനാണ്. ടു ലൈൻസ് പാരലൽ ലൈൻസ് ഓഫ് ടു സോളിഡ് അൺഡിവൈഡ് ചെയ്യാത്ത സ്ട്രൈറ്റ് ലൈൻ ഉണ്ടാവില്ലേ, ലൈൻസ്. ഫോർ വേ 4 വരിയാണെങ്കിൽ, അപ്പോൾ ഡിവൈഡർ ഇല്ലെങ്കിൽ ടു സോളിഡ് കണ്ടിന്യൂസ് പാരലൽ ലൈൻസ്, രണ്ട് പാരലൽ ലൈൻസ് ഓഫ് 10 centimeter വിടുത്തുള്ള ഇതാണ് അതിനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അല്ലേ? 10 centimeter വിടുത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടു പാരലൽ ലൈൻസ് കൊണ്ടാണ് ഈ 4 വരി 6 വരിയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഓരോ ഡയറക്ഷന് പോകാനുള്ള. അടുത്ത് ലൈൻ ദീസ് ആർ ലൈൻ ഡ്രോൺ ടു ഡെസിഗ്നേറ്റ് ട്രാഫിക് ലൈൻസ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നവർക്ക് ലൈനാണ്. ദീസ് ആർ മെൻ ടു ഗൈഡ് ദി ട്രാഫിക് ആൻഡ് ടു പ്രോപ്പർലി യൂട്ടിലൈസ് ദി കാരേജ് വേ. ട്രാഫിക്കിനെ ഗൈഡ് ചെയ്യാനാണ് ആൻഡ് ടു പ്രോപ്പർലി യൂട്ടിലൈസ് ദി കാരേജ് വേ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനാണ്. മൂന്നാമത്തെ ടേൺ മാർക്കിങ്സ് ആർ യൂസ്ഫുൾ ടു ഡെസിഗ്നേറ്റ് അല്ലേ, ഡെസിഗ്നേറ്റ്. ഈ മാർക്കിങ്സ് യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ടു ഡെസിഗ്നേറ്റ് ലാറ്ററൽ പ്ലേസ്മെൻറ്റ്സ് ഓഫ് വെഹിക്കിൾസ് നിയർ ഇൻ്റർസെക്ഷൻ ബിഫോർ ടേണിംഗ് ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ജംഗ്ഷൻ്റെ അടുത്ത് ഉള്ള ടേൺ ചെയ്യണതിൻ്റെ മുമ്പുള്ള ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ടേൺ മാർക്കിങ്സ് പറയുന്നത്. മാർക്കിങ്സ് ആർ യൂസ്ഫുൾ ഇൻ ഇൻഡിക്കേറ്റിംഗ് ടു ഡെസിഗ്നേറ്റ് ലാറ്ററൽ പ്ലേസ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് അല്ലേ, നിയർ ഇൻ്റർസെക്ഷൻ ഓർ ജംഗ്ഷൻ ബിഫോർ ടേണിംഗ് ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അത് നമ്മളൊരു ഡയറക്ഷൻ കാണിക്കാനും വേണ്ടിയാണ് ജംഗ്ഷനിൽ അത് യൂസ് ചെയ്യുന്നത്, ടേൺ മാർക്കിങ്സ്. അവിടെ ക്രോസ് വാക്ക് ലൈൻസ്, ദീസ് ആർ റിക്വയർഡ് അറ്റ് പെർട്ടിക്കുലർ പ്ലേസസ് വേർ ദി പെഡസ്ട്രിയൻ ആർ ടു ക്രോസ് ദി പേയ്മെൻറ്റ് അല്ലേ. ക്രോസ് ചെയ്യാനും വേണ്ടി നമ്മളെ സീബ്ര ലൈനൊക്കെ കർണാടകയ്ക്ക് ആർ ടു ക്രോസ് ദി പേയ്മെൻറ്റ്സ്, ക്രോസ് ചെയ്യാണ്. പാർക്കിംഗ് സ്പേസ് ലിമിറ്റ് മാർക്കിംഗ്, ദീസ് ആർ റിക്വയർഡ് ടു ഇൻഡിക്കേറ്റ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് പാർക്കിംഗ് ഫെസിലിറ്റീസ്. നല്ല കറക്റ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ വരഞ്ഞിട്ടുണ്ടാവും. ഇതാണ് പാർക്കിംഗ് സ്പേസ് ലിമിറ്റ് മാർക്കിങ്സ്. അവിടെ തന്നെ പാർക്ക് ചെയ്യുക, അപ്പോൾ കുറേ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ തോന്നുന്ന പോലെ ഇട്ട് പോയാൽ അത് പാർക്കിംഗ് നമുക്ക് കുറച്ച് ആൾക്കാരേ പറ്റുള്ളൂ. നോ പാസിംഗ് സൺ പാർക്കിംഗ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡ്രൈവേഴ്സ് ദാറ്റ് ഓവർടേക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ദാറ്റ് പോർഷൻ ഓഫ് റോഡ്. നോ പാസിംഗ് സൺ അല്ലേ, പാസ് ചെയ്ത് പോകാൻ പാടില്ല. ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റ് ചെയ്ത ഇതൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ കാണാം, അത് ഇൻഡിക്കേറ്റ് കാണാൻ വേണ്ടിയാണ് ഇത് നോ പാസിംഗ് സൺ മാർക്കിങ്സ് കൊടുക്കുന്നത്. പിന്നെ കർബ് മാർക്കിംഗ്, ഞാൻ പറഞ്ഞു കർബ് എന്ന് പറഞ്ഞാൽ അടുത്ത കർബ് മാർക്കിംഗ് ആണ് വരുന്നത്, രണ്ടാമത്തെ മെയിൻ പോയിന്റ്. കർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റോഡ് സൈഡ് കണ്ടിട്ടുണ്ടാവും, കൊച്ചി മെട്രോൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കാണാം അങ്ങനെ സാധനം. ഇങ്ങനെ വരിങ്ങനെ വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് വരച്ചത്. ദീസ് മാർക്കിങ്സ് ആർ പ്രൊവൈഡഡ് ടു ഇൻഡിക്കേറ്റ് certain regulation like parking regulations. The markings on the curb and the edges of instead with the alternate black and white alternate black and white lines increase the visibility from a long distance. black and white ആണ് കൊടുക്കാൻ കാരണം ഡ്രൈവറിന് ലോങ് ഡിസ്റ്റൻസ് തന്നെ കാണാൻ. റെഗുലേഷൻസ് ആണ് നടത്തുന്നതുകൊണ്ട് അല്ലേ, ഒരു അറ്റ് പാർക്കിംഗ് റെഗുലേഷൻസ് അല്ലേ, റെഗുലേഷൻസ് നടത്തുകയാണ്, അങ്ങോട്ട് കയറി പോരുതെന്നുള്ള. ഇപ്പോൾ നമ്മൾ മെട്രോ ബില്ലറിനൊക്കെ ഗാർഡ് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ അടിയിലുണ്ടാവും ഇങ്ങനത്തെ ഓരോന്ന്
ഈ റോഡ് ഡിവൈഡ് ചെയ്യാൻ കൊടുക്കുക. അങ്ങനെ ഫുള്ള് ഉണ്ടാക്കണം. അങ്ങനത്തെ ഓരോ കോൺക്രീറ്റ് പീസായി ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി. ഇനി ഒബ്ജക്റ്റ് മാർക്കിങ്സ്. ഒബ്ജക്റ്റ് മാർക്കിംഗ് അല്ലേ? ഒബ്ജക്റ്റ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ traffic marking provided to physical obstruction on or near roadways are known as object marking. ഫിസിക്കലായ ഒബ്സ്ട്രക്ഷൻ ഇതിനുള്ളതാണ് ഒബ്ജക്റ്റ് മാർക്കിംഗ്. ടിപ്പിക്കൽ ഒബ്സ്ട്രക്ഷൻസ് ആർ സപ്പോർട്ട് ഫോർ ബ്രിഡ്ജസ്, ലെവൽ ക്രോസിംഗ്, ഗേറ്റ്സ്, നാരോ ബ്രിഡ്ജസ്, ട്രീസ്. These markings should be clear visible from long distance. ഈ മാർക്കിങ്ങും ഡ്രൈവർക്ക് ദൂരത്തിൽ നിന്ന് തന്നെ കാണാൻ പറ്റണം. അല്ലേ? ലെവൽ ക്രോസിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? റെയിൽവേ ലെവൽ ക്രോസിംഗ്, അവിടെ അങ്ങനെ ഒരു ഗേറ്റ് വന്ന് ആവില്ല, അങ്ങനത്തെ ഉള്ള ഉദ്ദേശിക്കുന്നത്. വണ്ടി വരുമ്പോൾ പോകേണ്ടക്കാൻ ഇതാണ് ഒബ്ജക്റ്റ് മാർക്കിംഗ്. നേരെ ബ്രിഡ്ജസ്. റിഫ്ലക്റ്റഡ് മാർക്കിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഹസാർഡ് മാർക്കേഴ്സ്, ഗൈഡ് മാർക്കേഴ്സ് ഫോർ സേഫ് ഡ്രൈവിംഗ് ഡ്യൂറിങ് നൈറ്റ്. അല്ലേ? നമ്മൾ കണ്ണിലേക്ക് അടിക്കുന്നതിന് മഞ്ഞ ലൈറ്റ് പോലെ അങ്ങനെ കാണുന്നില്ല. അത് അപ്പുറം ക്രോസ് ചെയ്യാണ്ട് പോകാൻ രാത്രി ലൈറ്റ് അടിക്കുമ്പോൾ തിരിച്ചടിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഇത് യൂസ് ചെയ്യുന്നത്. റിഫ്ലക്റ്റിംഗ് യെല്ലോ ലൈറ്റ്. അല്ലേ? കണ്ണിലേക്ക് യെല്ലോ ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ഷുഡ് ബി വിസിബിൾ ഫ്രം എ ലോങ് ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 150 മീറ്റർ. ദൂരം തന്നെ ഡ്രൈവർക്ക് കാണാൻ പറ്റും അങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ട്രാഫിക് റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ റിഫ്ലക്റ്റഡ് മാർക്കിങ്സ് യൂസ് ചെയ്യുന്നത്. ഇനി റോഡ് സൈഡ് ആർബൺ കൾച്ചർ. ആർബൺ കൾച്ചർ ഈസ് ദ സയൻസ് ഓർ കൾച്ചർ ഓഫ് ട്രീ പ്ലാന്റേഷൻ along the roadside as under of benefit. റോഡ് സൈഡിൽ മരങ്ങൾ പിടിച്ചിടുന്ന സയൻസാണ് ആർബൺ കൾച്ചർ. അല്ലേ? എന്താ അതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ഫോർമേഷൻ. ആ അവിടെയുള്ള നമ്മളെ ഇതൊന്നും സ്റ്റെബിലൈസ് ചെയ്യുക. അല്ലേ? ഫോർമേഷൻ അവിടെയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണൊന്നും ഒലിച്ചു പോവില്ല. അങ്ങനെ നല്ല സ്റ്റെബിലിറ്റി കിട്ടും. 2 പ്രൊവിഷൻ ഓഫ് ഷെയ്ഡ് ടു ട്രാവലേഴ്സിന് ഷെയ്ഡ് കിട്ടും. 3 സോഴ്സ് ഓഫ് റവന്യൂ. ഇനിയിപ്പോൾ നല്ല മരമാണെങ്കിൽ മുറിച്ചുകൊണ്ടുപോയാൽ വേറെ ആളെങ്കിലും യൂസ് ചെയ്ത റവന്യൂ സോഴ്സാണ്. ബ്യൂട്ടിഫൈസ് ദി റോഡ് അവന്യൂ. റോഡിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട്. 5 പ്രൊട്ടക്ട്സ് ദി റോഡ് സർഫസ് അഗെയിൻസ്റ്റ് ബ്ലീഡിങ്. അല്ലേ? നമ്മുടെ ഇൻ കേസ് ഓഫ് ബിറ്റുമിനസ് റോഡ് ബ്ലീഡിങ് ഉണ്ടാകും. അതൊക്കെ ഈ സ്റ്റെബിലിറ്റി കൊടുക്കുന്നതുകൊണ്ട് അത് പ്രൊട്ടക്ട്സ് ദി റോഡ് സർഫസ് അഗെയിൻസ്റ്റ് ബ്ലീഡിങ്. ഇത് വെക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് കുറയും. ഇനി ഡീമെറിറ്റ്. ഡ്യൂറിങ് ദി സ്ട്രോങ് വിൻഡ് എ big tree may get uprooted and cause road will be blocked. അല്ലേ? വലിയൊരു നല്ല കാറ്റുണ്ടാകുമ്പോൾ ചിലപ്പോൾ മരം മുറിഞ്ഞ് വിട്ട് റോഡ് ബ്ലോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു ചെറിയ ഡീമെറിറ്റാണ്. അത് ബ്ലോക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ വണ്ടീൻ്റെ മുകളിൽ കൂടെ വീണ് അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. So this is the end of the first module. Next presentation onwards we will start the second module. Thank you. All the best.